ഹലോ ഗൈസ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ശീലോഹാകുളം കാണാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ കൂടെ കുറേ കൂട്ടുകാരുണ്ട്. ഹലോ ഗൈസ്, അപ്പൊ ഞങ്ങൾ ഇന്ന് ശീലോഹാകുളത്തിലേക്കുള്ള യാത്രയിലേക്ക് പോവാം. അപ്പൊ മഞ്ജു ചേച്ചിയുണ്ട്, ഷൈനി ഉണ്ട്, പിന്നെ സിൽവി ഉണ്ട്, സിബി ഉണ്ട്, അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഓക്കെ, ഒരു ടൂർ പോകുന്ന പോലെ അങ്ങോട്ട് പോവാം. ഹലോ ഗൈസ്, നമ്മളപ്പോൾ ശീലോഹാകുളത്തിലേക്ക് പോകുന്ന. അപ്പം ശീലോഹാകുളം എന്താണെന്ന് നമ്മൾ ആദ്യം അറിയണ്ടേ? ഓക്കെ, അപ്പം നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് യേശുക്രിസ്തു ജന്മന അന്ധനായ ഒരാൾക്ക് കാഴ്ച കൊടുക്കുന്നുണ്ട്. അപ്പം അതായത് യേശുക്രിസ്തു മണ്ണിൽ തുപ്പി എന്നിട്ട് അത് ചേറുണ്ടാക്കിയിട്ട് ആ അന്ധനായ മനുഷ്യന്റെ കണ്ണിൽ തേച്ച്. ഓക്കെ, അപ്പൊ എന്നിട്ട് രണ്ട് കണ്ണിൽ തേച്ചിട്ട് പറഞ്ഞു ശീലോഹാകുളത്തിൽ പോയി, അങ്ങോട്ട് ഭയങ്കര ഇരുട്ടാട്ടോ, ശീലോഹാകുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. അതാണ് ശീലോഹാകുളത്തിന്റെ ഒരു ചരിത്രം. അങ്ങനെ ആ അന്ധന് കാഴ്ച ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാല് യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലാണ് ഈ ഒരു ചരിത്രം നമ്മൾ വായിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 9-ാം അധ്യായത്തില് ഈ വഴിയല്ലേ അപ്പൊ 9-ാം അധ്യായത്തില് 1-ാം വാക്യത്തില് യേശുക്രിസ്തു, അതായത് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെ, അവൻ കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരാളെ കാണുന്നുണ്ടെന്നുള്ള ഒരു വാക്യത്തിലാണ് അത് തുടങ്ങുന്നത്. അപ്പൊ ആദ്യം നമ്മൾ അവൻ കടന്നുപോയ ആ സാഹചര്യങ്ങളെ കുറിച്ച് അറിയണം. ഓക്കെ, എന്തായിരുന്നു അവൻ കടന്നു പോയത്, എന്തിലൂടെയാണ് അവൻ കടന്നു പോയതെന്ന് അറിയണമെങ്കിൽ നമ്മൾ 8-ാം അധ്യായത്തിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഒലിവ് മലയിൽ നിന്ന് യേശുക്രിസ്തു നേരെ ജെറുസലേം ദേവാലയത്തിലേക്ക് യേശു പോകുന്നുണ്ട്. അപ്പൊ യേശു ജെറുസലേം ദേവാലയത്തിൽ പോയിരിക്കുന്ന സമയത്താണ് വ്യഭിചാരത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ യേശുക്രിസ്തുവിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് പരീശന്മാര്. അപ്പൊ നമ്മൾ വിലാപമതിലിന്റെ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് കേട്ടോ. നമ്മള് കാൽവരിയുടെ അവിടുന്ന് കാൽവരിക്ക് അങ്ങോട്ട് പോകും, വിലാപമതിലിന്റെ അങ്ങോട്ട് പോകുന്ന വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ജെറുസലേം ദേവാലയത്തിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സ്ത്രീയെ കൊണ്ട് ഇവര് വന്ന് യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇവളെന്ത് ചെയ്യണമെന്നുള്ളത്. അപ്പൊ യേശു പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളിൽ പാപമില്ലാത്തവർ അവളെ കല്ലെറിയട്ടെ. അപ്പൊ എല്ലാവരും കല്ല് താഴെ ഇട്ടു. അപ്പൊ അവിടെ അവര് വരുമ്പോഴത്തേക്ക് യേശു ചെയ്യുന്ന അവിടെ നിലത്തിരുന്ന് ഇങ്ങനെ വിരൽ കൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുവായിരുന്നു എന്നുള്ളത്. ചില പഠനങ്ങൾ പറയുന്നത് ഈ വന്നവരുടെ ഓരോരുത്തരുടെയും പേര്, ഈ സ്ത്രീയെ കല്ലെറിയാനായിട്ട് വന്ന ഓരോരുത്തരുടെയും പേരാണ് കർത്താവ് അവിടെ എഴുതിക്കൊണ്ടിരുന്നത്. അതായത് ഓരോരുത്തരെയും അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ ലോകം അവരെ വെറുക്കും. യേശുവിന്റെ ആ ഒരൊറ്റ മറുപടിയിൽ തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇവൻ സാധാരണക്കാരനല്ല എന്നുള്ളത്. പിന്നെ ആ സ്ത്രീയെ യേശു പറഞ്ഞു, ഇനി സമാധാനത്തോടെ പോവാ, പിന്നെ ഇനി മേലാൽ പാപം ചെയ്യരുതെന്ന് പറഞ്ഞ് അവളെയും പറഞ്ഞു വിട്ടു. പക്ഷേ ഈ ഒരു മനസ്സിൽ ഈ ഒരു വിദ്വേഷം ഇവരുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടായിരിക്കാം പിന്നെ ആ 13-ാം വാക്യം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ യേശുവിനോട് അത്രയും ക്രൂരമായിട്ടുള്ള ചോദ്യങ്ങളാണ് ശരിക്കും ഇവർ ചോദിക്കുന്നത്. നീ നിന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ലോകത്തിലെ ഏറ്റവും മനുഷ്യനെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു ചോദ്യമാണ്, നിന്റെ പിതാവ് ആരാണെന്ന്. ഞങ്ങളാരും പരസംഗത്തിൽ ജനിച്ചവരല്ല, ഞങ്ങളുടെ പിതാവ് ആരാണെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞ് യേശുവിനെ ഇൻസൾട്ട് ചെയ്യുന്നത് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ യേശു ശമരിയനാണെന്ന് പറയുന്നു, പിന്നെ പക്വതയില്ലാത്തവെന്ന് പറയുന്നു, ഭൂതമുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഒത്തിരി അവസ്ഥകളിലൂടെയാണ് യേശു വരുന്നത്. അവസാനം യേശുവിനോട് ചോദിക്കുന്നുണ്ട്, അബ്രഹാത്തിനെ അറിയാം,
ഇപ്പൊ യേശു പറയുന്നുണ്ട് അബ്രാഹത്തിന് മുമ്പേ ഞാനുണ്ടെന്ന്. ഓക്കെ, അപ്പൊ യേശുവിനെ അവർ കല്ലെടുത്തെറിയാനായിട്ട് തുടങ്ങിയപ്പോൾ യേശു അവരുടെ മുമ്പിൽ കൂടെ തന്നെയാണ് കടന്നുപോയത്. അപ്പൊ ആ കടന്നുപോയി യേശു ചെല്ലുന്നതാണ് ഈ അന്ധന്റെ അടുക്കൽ. കർത്താവ് കല്ലെടുത്ത് പിടിച്ചേക്കുന്നവരുടെ എണ്ണം നോക്കാനോ അല്ലെ കല്ലുകളുടെ എണ്ണം നോക്കാനോ ഒന്നും കർത്താവ് നിന്നില്ല. കർത്താവിന്റെ വിടുതൽ ആഗ്രഹിക്കുന്നവരുടെ അടുത്തേക്കാണ് യേശു ചെന്നത്. അങ്ങനെയാണ് ഈ അന്ധന്റെ അടുക്കലേക്ക് യേശു ചെല്ലുന്നത്. അപ്പോൾ ഓർത്തോണം, മണിക്കൂറുകൾ കൊണ്ട് യേശു നേരിട്ട പ്രതിസന്ധികളാണ് ഇത്രയും കാര്യങ്ങൾ. നമ്മൾ 8-ാം അധ്യായം, അതായത് 13-ാം വാക്യം തൊട്ട് 59-ാം വാക്യം വരെ അവിടെ കൊണ്ട് നിർത്തുവാണ്. അപ്പൊ ആ മണിക്കൂറുകൾ കൊണ്ട് യേശു കടന്നുപോയ പ്രതിസന്ധികളിൽ യേശു കടന്നു ചെന്ന് വർഷങ്ങളോളം പ്രതിസന്ധിയിലായ ഒരാളെ വിടുവിക്കാനുള്ള യേശുവിൻ്റെ യാത്രയായിരുന്നു അത്. അപ്പം യേശു വന്നത് ബദ്ധന്മാർക്ക് വിടുതലും അന്ധർക്ക് കാഴ്ചയും അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യേശു വന്നത്. യേശു ബൈബിള് എടുത്ത് സിനഗോഗിൽ പോയി ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ യേശുവിന് കിട്ടുന്നതും അതാണ്. യേശുവിൻ്റെ മേലുള്ള വിളി അല്ലെങ്കിൽ പിതാവിൻ്റെ പവർ, അല്ലെങ്കിൽ യേശുവിൻ്റെ പവർ എന്താണെന്നുള്ളത് യേശുവിന് അറിയാം. ഓക്കെ, യേശു ആ ഒരു അത്ഭുതം നടക്കാൻ വേണ്ടിയിട്ടാണ് യേശു നേരെ അന്ധൻ്റെ അരികെ ചെന്നു. പിന്നെ അവൻ യേശുവിന് സാക്ഷിയായി. ഇന്നിപ്പം ഞാൻ പോലും ഇത് പറയുന്നത് കർത്താവിൻ്റെ ഒരു കൃപ കൊണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു അത്ഭുതം നടന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ യേശു ക്രിസ്തുനാഥൻ നടന്ന വഴിയിലൂടെ ആ ചരിത്രം പറഞ്ഞ് അതേ സ്ഥലത്തൂടെ എനിക്ക് നടക്കാൻ സാധിച്ചെങ്കിൽ അത് കർത്താവിൻ്റെ ഒരു കൃപ മാത്രമാണ്. ഞാൻ എന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ഭാഗ്യവതി എന്ന് തന്നെ പറയാനുള്ള ഒരു കൃപ എനിക്ക് കർത്താവ് തന്നതിന് ദൈവത്തോട് ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോൾ ചില വാക്കുകളത്തെ കുറിച്ച് അറിയാലോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മണിക്കൂറുകൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് നമ്മൾ കരകയറി, പ്രാർത്ഥനയിലൂടെ വേണം നമ്മൾ അതിനെ കരകയറി നമ്മൾ എത്താനായിട്ട്. കാരണം ഒരുപാട് വർഷങ്ങളോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ വിടുവിക്കാനായിട്ട് ദൈവം നമ്മളെ അയച്ചതാണ്. നമുക്കെതിരെ പലരും നമ്മളെ ചതിപ്പെടുത്താൻ നോക്കുമ്പോഴും നമ്മളെ മാനസികമായിട്ട് തളർത്താൻ നോക്കുമ്പോഴും ഒക്കെ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ യേശു ക്രിസ്തു ഈ വഴിയെല്ലാം കടന്നുപോയവരാണ്. നമ്മൾ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കാൻ തയ്യാറായ പിന്നെ നമുക്കെതിരെ ആരും എന്ത് ചെയ്യാനും കർത്താവ് സമ്മതിക്കത്തില്ല. അതാണ് യേശു ക്രിസ്തുവിൻ്റെ ജീവിതം. അപ്പം നമുക്കിനി ശീലോഹാകുളം പോയി കണ്ടിട്ട് വരാം. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള യൂട്യൂബർ മോളിസിന് ഈ വഴി തന്നെ അല്ലേടി? വേറെ ആരെയും കാണുന്നില്ല. അങ്ങനെ ഉണ്ടോ? ശിരോഭാഗത്തിലേക്കുള്ള യാത്ര എന്ന് പറയുമ്പോൾ വിലാപമതിൽ വഴിയാണ് നമ്മൾ പോകുന്നത്. വിലാപമതിൽ എന്ന് പറയുമ്പോൾ ഈ യഹൂദന്മാരുടെ ഒരു പുണ്യ തീർത്ഥാടന സ്ഥലമാണ്. അതായത് നേരത്തെ ജെറുസലേം ദേവാലയം അല്ലേ, ജെറുസലേം ദേവാലയം ഇരുന്ന സ്ഥലത്ത്, അതായത് അത് പൊളിച്ച് റോമ പടയാളികൾ അവരത് ഏതോ ഒരു യുദ്ധത്തിന് അല്ലടി, ഏത് യുദ്ധമായിരുന്നടി? യേശു പറയുന്നുണ്ട്. അപ്പം ഈ ഒരു അതിൻ്റെ പടിഞ്ഞാറേ സൈഡിലെങ്ങാണ്ടുള്ള ഒരു മതിലാണ്. പടിഞ്ഞാറാണോ കിഴക്കേ സൈഡാണോ എന്ന് എനിക്കറിയില്ല. അപ്പം ചെക്കിംഗ് ഉണ്ട്. ഒരു ടണലിൽ കൂടെയാണ് നമ്മൾ ആ വിലാപ മതിലിൻ്റെ അങ്ങോട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ആ ഒരു മതിൽ മാത്രം ആർക്കും തകർക്കാനായിട്ട് സാധിച്ചില്ല. അവരെ കൊണ്ട് അത് സാധിച്ചില്ല എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം അങ്ങനെ ദൈവത്തിൻ്റെ അടയാളങ്ങൾ അതങ്ങനെ ആരെക്കൊണ്ട് പൂർണ്ണമായിട്ടൊന്നും നശിപ്പിക്കാൻ സാധിക്കത്തില്ല. അതിൻ്റെ ഒരു അടയാളമാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ വെസ്റ്റേൺ വാൾ. ഓക്കെ, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ
ഇവിടുത്തെ മതിൽ ഇത് ആണുങ്ങൾക്കുള്ള സ്ഥലവും അത് പെണ്ണുങ്ങൾക്കുള്ള സ്ഥലമാണ്. അവിടെ കൈ കഴുകിയതിന് ശേഷമാണ് അവർ അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ അവിടെ ചെന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ എന്ത് ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടുമെന്നാണ് വിശ്വാസം. അവിടെ എഴുതി വെച്ചും പ്രാർത്ഥിക്കാം അല്ലേ? മോൾസിനെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിച്ചിട്ടുണ്ട്. ജെസ്സിയുടെ ഉണ്ട്, എൻ്റെ ആഗ്രഹങ്ങളും സാധിച്ചിട്ടുണ്ട്. എന്നാ പറഞ്ഞ? ഓ പിന്നെ പേര് മോൾസന. ഇത് മോൾസന. ഇത് ജസ്റ്റ് തന്നെ നമുക്ക് ചെയ്യാൻ തോന്നണമെങ്കിൽ നമുക്ക് അതുപോലെ ഉള്ള കൂട്ടുകാരാണെങ്കിലേ നമുക്ക് അങ്ങനെ ചെയ്യാൻ തോന്നത്തുള്ളൂ. അതുകൊണ്ട് ചെയ്യരുതെന്ന് പറയുമ്പോ ചെയ്യാൻ ഒരു ടെൻഡൻസിയാണ്. ഭയങ്കര ചൂടാണ്. ഇതിൽ തന്നെയാണോ? അപ്പൊ നമ്മള് വിലാപമതിലും കണ്ടല്ലോ അല്ലേ? വിലാപമതിലും എടുത്തായിരുന്നോ? കണ്ടായിരുന്നു അല്ലേ? ആഗ്രഹിക്കുന്ന ആഴ്ച ഈ ലോഹാകുളത്തിൽ പോകാനായിട്ട്. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ച ഒത്തിരി പേരോട് ചോദിച്ചു. ആൾക്ക് സമയമില്ല. നമ്മൾ ആ സമയത്ത് ചോദിക്കുമ്പോഴേ ആണോ? ആ ഇവിടെ, അതായത് ദാവീദിന്റെ പട്ടണം, അവിടെയാണ് ഈ ശീലോഹാകുളം സ്ഥിതി ചെയ്യുന്നത് അല്ലെ? അതെ, ജനിച്ചിരിക്കുന്നു. നമ്മൾ കുറച്ച് സ്പീഡിൽ പോണം. 2 മണി എങ്ങാണ്ട് വരെയുള്ളൂ അവിടെ. നമുക്ക് ടൈം 2 മണി ആയോ? 2:30 മണിയുണ്ടോ? എന്നാലിന്ന് എന്തെങ്കിലും സംഭവിക്കും. അങ്ങോട്ട് കാണാം. ക്യാമറ നോക്കാൻ പോയ അത്രേ ഉള്ളൂ. ഓക്കെ. ഞാൻ തന്നെ വന്നാൽ മോൾസിനെ അതിന്റെ മുന്നേ പോകും.